ഇന്ന് ഞങ്ങളുടെ അമ്മ മരിച്ചിട്ട് ശ്രാദ്ധാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണിത്. ബലിയിടാനായിട്ട് ഞങ്ങളുടെ അടുത്തുള്ളൊരു ശിവൻ്റെ അമ്പലത്തേക്കാണ് കേട്ടോ ഞങ്ങൾ വന്നത്. അപ്പോൾ ഇതാണ് അമ്പലം. അമ്മ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 2 വർഷമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 2 വർഷമാണെങ്കിലും ഞങ്ങൾക്കങ്ങനെ ഒരു 2 വർഷമായിന്നോ അതോ അമ്മ ഞങ്ങളെ വിട്ട് പോയിന്നോ അങ്ങനെ ഒരു തോന്നൽ ഇതുവരെയ്ക്ക് ഞങ്ങൾക്ക് വന്നിട്ടില്ല. നമ്മൾ പറയും അച്ഛനമ്മമാരൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു മറവി കിട്ടും, നമ്മൾ തുടർന്ന് മുന്നോട്ട് ജീവിതം ജീവിച്ചേ പറ്റൂ. പക്ഷെ നമുക്കതിനുള്ളൊരു അച്ഛനമ്മമാർ മരിച്ചാലും നമുക്കൊരു മറവി കിട്ടില്ല. അതിപ്പോൾ ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞങ്ങൾ പറയണത്. ഇപ്പോൾ ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങളുടെ അമ്മ ഞങ്ങളെ വിട്ടു പോയി എന്നുള്ളൊരു തോന്നൽ വന്നിട്ടേ ഇല്ല. വീട്ടിൽ ചെല്ലുമ്പോഴാണ് ആ ഒരു ശൂന്യത ശരിക്കും ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കെട്ടിച്ചോടത്ത് നിൽക്കുമ്പോൾ അമ്മ വീട്ടിലുണ്ട് എന്നുള്ളൊരു തോന്നല ഞങ്ങൾക്ക്. പിന്നെ നമുക്ക് എന്തെങ്കിലും സങ്കടം സന്തോഷം ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം അമ്മേനെയാണല്ലോ വിളിച്ച് പറയുക. അങ്ങനെ ഒരാളില്ലാണ്ടാവുക, പറയില്ല, ഉള്ള വില ഇല്ലാണ്ടാവുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ ഭയങ്കര പാടായിരിക്കും. 1 വർഷമൊക്കെ എങ്ങനെ ഞങ്ങൾ പിടിച്ച് നിന്നതെന്ന് ഇപ്പോഴും ഞങ്ങൾക്കത് അറിയില്ല. എന്നും കരച്ചിൽ. ലാസ്റ്റ് നമ്മുടെ ഭർത്താവിനായാലും മക്കൾക്കായാലും അത് എപ്പോഴും ഇങ്ങനെ ഇരുന്നുള്ള ഒരു കരച്ചിൽ കാണുമ്പോൾ അവർക്ക് വലിയ സുഖമൊന്നും ഉണ്ടാവില്ലല്ലോ. ശരിക്കും ജീവിതം തന്നെ കയ്യിൽ നിന്ന് പോവല്ലേ. പിന്നെ പതുക്കെ ഞങ്ങൾ ആ ജീവിതത്തേക്ക് തിരിച്ചു വന്നു. ടൈം എടുത്തുട്ടോ, ഞങ്ങൾക്ക് 3 പേർക്ക് നല്ല ടൈം എടുത്തു തിരിച്ച് ആ ഒരു ജീവിതത്തേക്ക് എത്താനായിട്ട്. വീട്ടിൽ ഞങ്ങൾ കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അച്ഛൻ്റെ അനിയൻ, അമ്മയുടെ ആങ്ങള, അങ്ങനെ ഈ 2 ഫാമിലീനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കാപ്പി കുടിക്കണതൊന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. പിള്ളേരെടുക്കണതാണ് കേട്ടോ അതൊക്കെ. ഈ ഒരു വീഡിയോ മാത്രം അങ്ങോട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. പിള്ളേർ ഭക്ഷണം കഴിക്കുമ്പോൾ അവരെ വീഡിയോ അവർക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഞാനെടുത്ത് കൊടുത്തു. ബാക്കിയുള്ള വീഡിയോസൊക്കെ കുട്ടികളാട്ടോ. പിന്നെ ഈ ക്രിസ്മസ് പാപ്പ പോലെ ഇരിക്കണത് അതാണ് കേട്ടോ എൻ്റെ അച്ഛൻ. തൊട്ട് ബാക്കിലിരിക്കണത് പാപ്പൻ. പിന്നെ എൻ്റെ ഭർത്താവ്, ചേച്ചിയുടെ ഭർത്താവ്, അനിയത്തിയുടെ ഭർത്താവ്, ഓരോരുത്തരൊന്നായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഞാനല്ല, പിള്ളേരെടുക്കണത് എടുത്തിട്ടില്ല. അതൊക്കെ ഇനി വഴിയെ ഞാൻ ഓരോരുത്തരെ പരിചയപ്പെടുത്താം. ഇപ്പം ഇങ്ങനെ ഭയങ്കര സന്തോഷമുള്ള ദിവസമൊന്നുമല്ലല്ലോ. ഇതിങ്ങനെ പോട്ടെ. അപ്പോൾ ഇവരുടെ ഭക്ഷണം കഴിക്കൽ ഓരോ സ്റ്റെപ്പാണ്. പിള്ളേർക്ക് ആദ്യം കൊടുത്തു, അത് കഴിഞ്ഞ് ഇവർക്ക് കൊടുത്തു, ലാസ്റ്റാണ് ഞങ്ങളിരുന്നത്. ഫുഡൊക്കെ ഏൽപ്പിക്കാണ് കേട്ടോ ചെയ്തത്. രാവിലത്തെ ആയാലത് ഉച്ചയ്ക്കുള്ളതായാലത് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അന്ന് തന്നെ പോന്നു കേട്ടോ. തലേദിവസം വീട്ടിൽ ചെന്നു. പിന്നെ അന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോൾ എല്ലാവരുടെ വീട്ടിലേക്കും പോയി. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന്, അച്ഛൻ ഇവിടെ തന്നെയാട്ടോ, ഒറ്റയ്ക്കാണ് ഇപ്പോൾ ജീവിതം. ഞങ്ങൾ ഇടയ്ക്കൊന്ന് വന്ന് പോവും, അത്ര തന്നെ. അച്ഛന് ആരടുത്ത് വന്ന് നിൽക്കണതൊന്നും താല്പര്യമില്ല. ഒറ്റയ്ക്ക് ജീവിച്ചു വെക്കോളും. ചേച്ചിയുടെ മോളാണ്, അനിയത്തിയുടെ മോൻ. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ടുള്ള വർത്താനം പറച്ചിലാ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ചേച്ചിയുടെ ഭർത്താവ് കേട്ടാ. ഇങ്ങനെ വന്ന കാരണം പരിചയപ്പെടുത്താൻ പറ്റി. പിന്നെ ഇത് അമ്മയുടെ ആങ്ങള. എല്ലാവർക്കും ഇത് കൊണ്ടുവരുമ്പോൾ ഭയങ്കര, അച്ഛൻ തല കാണിക്കണേ ഇല്ല, ഭയങ്കര ഒരു ചമ്മലും നാണക്കേടൊക്കെയാ. ഇതെൻ്റെ ചേച്ചി, ഇരിക്കണത് അമ്മായി, ഇത് മേമ. കണ്ട ഒരു കുഴച്ചിലൊക്കെ ഉണ്ട്. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ല ആദ്യമായിട്ട് ഇങ്ങനെ വരുമ്പോൾ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ. ഇനി